നമസ്കാരം. കലയാട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും കലോത്സവത്തിന്റെ 3-ാം ദിനം ഉച്ചയോട് അടുക്കുകയാണ്. ഉച്ചവെയിലിന്റെ അതേ ചൂടിൽ തന്നെ ഇപ്പോൾ മത്സരങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ മേഘ? തീർച്ചയായും നട്ടുച്ചയും നട്ടപ്പൊരി വെയിലും ആണ് അഞ്ജു. പക്ഷേ ഈ വെയിലിനെ ഒന്നും വകവെക്കാതെ തന്നെ ഈ കണ്ണൂരിലെ പ്രധാന നിള കരകവിഞ്ഞു തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. ഈ വെയിലൊന്നും അവരെ ബാധിച്ചിട്ടില്ല. നിളയിൽ കേരള നടനമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇന്ന് ജനപ്രിയ ഇനങ്ങളായ മിമിക്രി കബനിയിൽ പുരോഗമിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികളുടെ മത്സരം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ആൺകുട്ടികളുടെ മത്സരമാണ് പുരോഗമിക്കുന്നത്. എന്തായാലും നമുക്ക് കുട്ടനിലേക്ക് തന്നെ പോകാം. കുട്ടൻ ഇതിന്റെ വ്യക്തമായ വിവരം നൽകുമെന്ന് തോന്നുന്നു. തീർച്ചയായും ഏതൊക്കെ ജില്ലയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത്, പോയിന്റ് നിലയൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അഞ്ജു. കുട്ടൻ, ഇപ്പോൾ പ്രധാന വേദിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന മത്സരത്തിന്റെ നിലവാരം, ഒപ്പം തന്നെ പോയിന്റ് നിലയിൽ ഏതൊക്കെ ജില്ലയാണ് മുൻപിൽ നിൽക്കുന്നത്, കണ്ണൂരിലെ കാഴ്ചക്കാരുടെ ഒരു ഒഴുക്ക് ഏത് തരത്തിലാണ്, വിവരങ്ങൾ? ഇന്ന് പ്രധാന വേദിയായ നിലയിൽ കേരള നടനമാണ് നടക്കുന്നത്. വളരെ രസകരമായ നൃത്താവിഷ്കാരമാണ്, വളരെ മനോഹരമായ നൃത്താവിഷ്കാരമാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ പഴയതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇത്തവണയും ആവർത്തനം, പാട്ടിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ ആവർത്തനം ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ വളരെ മനോഹരമാണ് ഇവിടുത്തെ നൃത്താവിഷ്കാരങ്ങൾ. നൂറുകണക്കിന് ജനങ്ങളാണ് ഇവിടുത്തെ കടുത്ത ചൂടിനെയും ഈ പൊടിശല്യത്തെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ പരിപാടികൾ, മത്സരങ്ങൾ കാണാൻ വേണ്ടി എത്തുന്നത്. വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. മിമിക്രി, അതുപോലെ തന്നെ നാടകം, പൂരക്കളി ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് ഉച്ചയോടുകൂടി നടക്കുന്നത്. 3-ാം ദിനം ഉച്ചയോട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് ജില്ലയാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. 236 പോയിന്റുമായാണ് പാലക്കാട് ജില്ല മുന്നിട്ട് നിൽക്കുന്നത്. തൊട്ടുപുറകിൽ 230 പോയിന്റുമായി കോഴിക്കോട് ജില്ലയുണ്ട്. കണ്ണൂർ 227 പോയിന്റുമായി 3-ാം സ്ഥാനത്താണ്. തൃശ്ശൂരും കോട്ടയവുമാണ് തൊട്ടുപിറകിലുള്ളത്. 226 പോയിന്റുകളാണ് ഈ ജില്ലകൾക്കുള്ളത്. ഈ പോയിന്റുകൾ ഓരോ സെക്കൻഡിലും മാറി മറിയാം. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത നിമിഷത്തിൽ ഈ ബുള്ളറ്റിനിൽ തന്നെ ഈ പോയിന്റുകൾ വീണ്ടും മാറുന്നതായിരിക്കും. ആ ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ നൽകാൻ വേണ്ടി സാധിക്കും. മറ്റ് വേദികളിലും മിമിക്രി മത്സരം, ഇപ്പോൾ പെൺകുട്ടികളുടെ മിമിക്രി മത്സരം 3-ാമത്തെ വേദിയായ കബനിയിൽ അവസാനിച്ചു കഴിഞ്ഞു. പൊതുവിൽ നിലവാര തകർച്ചയാണ് ഈ മത്സരത്തിനുള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും. കാണികൾക്കും അത്തരമൊരു അഭിപ്രായം തന്നെയാണുള്ളത്. ഇപ്പോൾ ആൺകുട്ടികളുടെ മിമിക്രി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു വേദികളും അതുപോലെ തന്നെ അരങ്ങും സദസ്സുമൊക്കെ. തീർച്ചയായും എന്തായാലും മിമിക്രിയുടെ ഒരു നിലവാര തകർച്ച അത് തന്നെയാണ് കുട്ടൻ ചൂണ്ടിക്കാട്ടിയതും. എന്തായാലും ഇക്കാര്യത്തെ കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ നമുക്കൊപ്പം ഒരാളുണ്ടല്ലേ? തീർച്ചയായും പ്രേക്ഷകരുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരു താരമാണ് നമുക്ക് ഒപ്പം ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു ആമുഖത്തിന്റെയോ പരിചയപ്പെടുത്തലിന്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്കും കണ്ണൂറുകാർക്കും ഒരു പരിചയപ്പെടുത്തലിന്റെ യാതൊരു ആവശ്യമില്ല. നമ്മുടെ ജനപ്രിയ താരം ആരാണ് മേഘ? അത് പ്രിയപ്പെട്ട വിനോദ് കോവൂർ. ചേട്ടാ, സ്വാഗതം. താങ്ക് യു. ഏതായാലും ഇന്ന് നല്ലൊരു ദിവസം തന്നെയാണ്. കാരണം മിമിക്രി ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയാണ്. എങ്ങനെയുണ്ട് പൊതുവെ നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിക്കുന്ന കാര്യം എന്നത് പൊതുവെ ഒരു നിലവാരമില്ലായ്മ പലപ്പോഴും ഫീൽ ചെയ്തു എന്നതാണ്. ചേട്ടൻ കണ്ടോ മിമിക്രി? എങ്ങനെയായിരുന്നു പൊതുവെ? ഞാനിവിടെ വന്നു, മത്സരം കണ്ടു. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു, വളരെ നിരാശയായിരുന്നു. എന്താണ് കുട്ടികൾക്ക് സംഭവിക്കണമെന്ന് അറിയുന്നില്ല. പെൺകുട്ടികളുടെ മത്സരം മൊത്തമായിട്ട് കണ്ടപ്പം അല്ല, ഒരു 4-5 കുട്ടികളാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ചത്. ബാക്കിയെല്ലാം വളരെ നിലവാരം മോശമായിട്ടുള്ള, എല്ലാം ഒരുപാട് കുട്ടികൾക്ക് D ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ചേട്ടാ, മറ്റൊരു കാര്യം എന്നത് ഈ പെൺകുട്ടികൾ മിമിക്രി അവതരിപ്പിക്കുന്നത് നമ്മൾ വളരെ കുറവാണ് കാണുന്നത്. പെൺകുട്ടികൾക്ക് ഒരു അവർക്ക് ചില ഇപ്പോൾ അനുകരണത്തിൽ, ഇപ്പോൾ ആൺകുട്ടികൾ ഇപ്പോൾ നടന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ശബ്ദം എടുക്കുമ്പോൾ പെൺകുട്ടികൾക്ക് കുറേ പരിമിതികളുണ്ട്. അവരുടെ ആ ശബ്ദത്തിൽ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതിൽ കൂടുതൽ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ഈ അവസരത്തിൽ ഒരു മിമിക്രി സ്റ്റേജിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഒരു കാഴ്ച കൂടി കാണാം. തീർച്ചയായിട്ടും പ്രതിസന്ധി എന്റെ കഞ്ഞ അയ്യ മോനെ, ഇന്ന് ബാങ്ക് തുറക്കണില്ല. എന്ത് RBI നോട്ട് മാറ്റി തരുന്നില്ലെന്നോ? അപ്പൊ എന്റെ മോനൊരു കാര്യം ചെയ്യും, മോൻ പോയി ടാക്സ് കൊടുക്കണോ? ഏടോ പോയി ടാക്സ് കൊടുക്ക. സംവിധായകൻ കമലിന്റെ വാർത്താ സമ്മേളനം. സുരേഷ് ഗോപി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നരാധവനായ ഒരാളുടെ കാല് പിടിക്കുന്നതിൽ എനിക്ക് അയാളോട് പുച്ഛമാണുള്ളത്. മോപത്തുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതാരാണ് ഉപ്പ? മലയാള സിനിമയോടും ചില സാംസ്കാരിക പ്രവർത്തകരോടും.
ആ ഭാവത്ത് എപ്പോഴുണ്ടോ? ഇല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് പാരപണിയുക, അയാളുടെ അവസരങ്ങൾ നിഷേധിക്കുക, എന്നിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മാടയാണ് കോടയാണെന്നൊക്കെ പറയുന്ന സിനിമ സാംസ്കാരിക പ്രവർത്തകരോട് എനിക്ക് പുച്ഛമാണ് ഫൈസി, പുച്ഛം. തീർച്ചയായും വിനോദേട്ടാ, നമ്മളിപ്പോ കണ്ട പോലെ ടാസ്ക് വിളിക്കട, അതൊക്കെ പണ്ട് എത്രയോ കാലം മുമ്പേ കണ്ടു പഴകിയ ഒരു സംഭവം. ആവർത്തന വിരസത അതെപ്പോഴും അനുഭവപ്പെടുന്നു. ഒരു പക്ഷേ കുട്ടികൾക്ക് കഴിവില്ലാത്ത കൊണ്ടല്ല, പക്ഷെ ആ ഒരു തൂണിന് ചുറ്റും കിടന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു സംസ്ഥാന തലത്തിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് നല്ലൊരു ഗുരു ഉണ്ടായിരിക്കണം. ഒരു ഗുരുവിന്റെ ശിക്ഷണം ഇല്ലാത്തത് പല കുട്ടികളിലും കണ്ടു. കാരണം ചില കുട്ടികളുടെ പെർഫോമൻസ് നമുക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത്. കാരണം ട്രെയിനൊക്കെ ഇങ്ങനെയാണോ പോവാന്നൊക്കെ തോന്നിപ്പോയി നമുക്ക്. അല്ല, പലപ്പോഴും അത് സീരിയസ് ആയി എടുക്കാത്തത് കൊണ്ടാണോ? കാരണം ഒരു ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ഐറ്റമാണ് അത്. ഒരു ജില്ലയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ കുട്ടി ഇവിടെ സംസ്ഥാനത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ ജില്ലയിൽ മത്സരിച്ച മറ്റുള്ള കുട്ടികളുടെ നിലവാരമാണ് നമ്മൾ നോക്കണേ. അവിടുത്തെ ഏറ്റവും മികച്ച ഒരു കുട്ടിയാണല്ലോ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അത്തരത്തിൽ തരം താഴ്ന്നിരിക്കുന്നു, വിഷമം തോന്നുന്ന രീതിയിലുള്ള ചില പെർഫോമൻസ്. കാരണം കാണികള്, പ്രേക്ഷകരാണ് ഏറ്റവും വലിയ ഓഡിയൻസ്. നല്ലത് കണ്ട് അവർ കൈയടിക്കും. കൈയടിച്ചിട്ടുണ്ട്. 2-3 പെർഫോമൻസിൽ അവർ നന്നായിട്ട് കൈയടിച്ചു, ചിരിച്ചു, നന്നായി പക്ഷെ ചില കുട്ടികളുടെ പെർഫോമൻസ് കഴിഞ്ഞ് പോകുമ്പോൾ മരണ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി പോണ പോലെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അയ്യോ പോരല്ലേ എന്ന് പറയുന്ന എന്റെ തീർച്ചയായും ഏതായാലും കുട്ടികൾ പുതിയ മാറ്റം ഇനി വരുത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം എന്താ വെച്ചാൽ അവർ പഠിച്ചു വരുന്ന കുട്ടികളാവാം. ഒരുപക്ഷെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ശിക്ഷണം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. ഏതായാലും ഇനിയുള്ള കലോത്സവങ്ങളിലൊക്കെ അത് മാറും. അല്ലെങ്കിൽ തീർച്ചയായും മേഘ, നമുക്കൊപ്പം എന്തായാലും ആതിര പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച ആതിര ഉണ്ട്. എന്തായാലും ആതിരയുടെ ഒരു പെർഫോമൻസ് കൂടി ആകാം അല്ലേ? ആതിരയ്ക്ക് അവതരിപ്പിക്കാനുള്ളത് ഇന്ന് അവതരിപ്പിച്ചത് എന്താണ്, അത് ഞങ്ങൾക്ക് കൂടി. ഹൈലൈറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇന്ന് നിന്റെ മൊയ്തീനിലൂടെ നിങ്ങളുടെ ഇവരുടെയും പ്രിയപ്പെട്ട കാഞ്ചനമാല. എനിക്കറിയോ ഒപ്പേട്ട, പക്ഷെ ഒപ്പേട്ട എന്നെ സ്നേഹിക്കുന്നതിന് 1000 വട്ടം ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. എന്നെക്കാളൊരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എൻ്റെ ശവത്തിലേക്ക് ഒപ്പിട്ട താലിയിട്ട് ഇനി 1000 വർഷം ഇതിനകത്ത് കിടന്ന് മരിക്കേണ്ടി വന്നാലും എൻ്റെ മൊയ്തീന് വേണ്ടി ഞാനിത് ചെയ്യും. കണ്ട കാലം മൊത്തം ഉന്നോർത്ത് ഒരു അക്ഷരം കൂട്ടി വെച്ചാൽ ജീവിച്ചത്. എൻ്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റോ ഒപ്പിട്ട് പറ? ലോകത്ത് ആർക്കെങ്കിലും ആവോ പറ? തീർച്ചയായും എന്തായാലും വിനോദേട്ടാ, കുട്ടിയുടെ പ്രകടനം കണ്ടു കാണുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മലയാളത്തിന് വളരെ ശുദ്ധമായ ഒരു ഹാസ്യമുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ ഒരു ആ ശുദ്ധതയൊക്കെ നഷ്ടപ്പെട്ട രീതിയിലേക്ക് ഞാൻ ഒരു 10 വർഷം മുമ്പുള്ള ഒരു മത്സരം എടുത്തു കഴിഞ്ഞാൽ ആ മത്സരമൊക്കെ ഞാൻ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും മത്സരം പോയി കാണുന്ന ഒരാളാണ്. 10 വർഷം മുമ്പുള്ള ഒരു മത്സരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെർഫോം ചെയ്യുന്ന 18-20 കുട്ടികളിൽ ആർക്ക് കൊടുക്കും 1ാം സമ്മാനം എന്നുള്ള രീതിയിലുള്ള ചില മത്സരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ചെയ്തിട്ട് അയ്യോ ആർക്കായിരിക്കും കിട്ടുക. ഇതിപ്പോൾ പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ആ കുട്ടിക്ക്. കാരണം ആ കുട്ടിക്ക് നല്ല കൈയടി കിട്ടിയുള്ളൂ. ആ കുട്ടി ചെയ്യുന്ന ഓരോ ഐറ്റത്തിനും കൈയടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഓഡിയൻസിൻ്റെ പൾസാണ്. ആ പൾസ് തന്നെയാണ് ജഡ്ജസിന്റെയും പൾസായിട്ട് മാറേണ്ടത്. എന്തായാലും ഈ കുട്ടികൾക്ക് ഒക്കെ ഒരു പാഠം എന്നോണം എന്തായാലും വിനോദേട്ടന്റെ ഒരു പെർഫോമൻസ് കൂടി ആവാം. അയ്യോ ചേട്ടന് കുറച്ചും കൂടെ പാട്ടാവും. മിമിക്രി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ കുറെ കാലങ്ങൾക്ക് മുമ്പ്. ട്രൈ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, ട്രൈ ചെയ്ത് നോക്കുമ്പോ ഞാൻ പാളിപ്പോയ ഒരു നടനെ സംബന്ധിച്ച് അത് ചെയ്യില്ല എന്ന് പറയുന്നൊന്നും ഉണ്ടാവില്ല. അതല്ല, ഞാൻ നന്നായിട്ട് വിലയിരുത്തുന്ന ഒരാളാണ്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മിമിക്രി പെർഫോം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ. എന്തായാലും നമുക്ക് വിനോദേട്ടന് നല്ലൊരു പാട്ട് കേട്ടാലോ? മിമിക്രി പാട്ട് പാടണം. അപ്പൊ ഏതെങ്കിലും ഒന്ന് വേണം. എന്തെങ്കിലും ഒന്ന്. ഒരു നാടൻ പാട്ടിന്റെ കുറച്ച് വരികൾ, തമാശ പാട്ടിന്റെ പാട്ട്. ഏന്തി ഏന്തി തുഴയാലോ ആഴക്കടലിൽ ചെല്ലാലോ, ഏന്തി ഏന്തി തുഴയാലോ ആഴക്കടലിൽ ചെല്ലാലോ, ആഴക്കടലിൽ കുഞ്ഞമ്മത്തി പിടിക്കാലോ, ആഴക്കടലിൽ ചെന്നാല് കുഞ്ഞമ്മത്തി പിടിക്കാലോ, കുഞ്ഞമ്മത്തി പിടിച്ചാല് 10 100 വിൽക്കാലോ, കുഞ്ഞമ്മത്തി പിടിച്ചാല് 10 100 വിൽക്കാലോ, 10 100 വിറ്റാല് കള്ളും വെള്ളവും മോന്താലോ, 10 100 വിറ്റാല് കള്ളും വെള്ളവും മോന്താലോ, കള്ളും വെള്ളവും മോന്തിയാല് പെണ്ണിനെയും കുട്ടികളെയും
തല്ലാലോ, പെണ്ണിനെയും കുട്ടികളെയും തല്ലിയാല് ഓള് പിണങ്ങിപ്പോകല്ലോ. ഓള് പിണങ്ങിപ്പോയാല് വേറൊരു പെണ്ണിനെ കെട്ടാലോ, വേറൊരു പെണ്ണിനെ കെട്ടിയാല് പിന്നെ സ്ത്രീധനം വാങ്ങാലോ, പിന്നെ സ്ത്രീധനം കിട്ടിയാല് തോണിയൊരെണ്ണം വാങ്ങാലോ, ആഴക്കടലിൽ ചെല്ലാലോ, കുഞ്ഞമ്മത്തി പിടിക്കാലോ. എന്തായാലും ആ പൂതി മനസ്സിലിരിക്കുകയുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒരു പെർഫോമൻസ് കൂടെ ആകാം അല്ലേ? ആതിരയുടെ ഒരു അവതരണം കൂടി ആവാം. ATM മുമ്പിൽ ക്യൂ നിന്ന് കളഞ്ഞ നവ്യ നായർക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് കിട്ടുള്ളൂ, എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അത് അത് 2000 തൊട്ടായിട്ടാ കിട്ടിയത്. ചില്ലറൊന്നും കിട്ടിയില്ല. മോചേട്ടാ, എന്തിനാ പൊട്ടിപ്പിടുന്ന വെറുതെ ക്യൂ നിപ്പിക്കുന്നത്? ഇത്തവണ ഈ നോട്ടിന്റെ പ്രശ്നം വന്നത് കുട്ടികൾക്ക് നല്ല ഒരു തീമാണ് കിട്ടിയത്. ഒരുപാട് കുട്ടികൾ അത് ഉപയോഗിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ട്. കാരണം അതിന് നന്നായിട്ട് ആളുകൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിനോദേട്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്നത് വിനോദേട്ടന്റെ കോഴിക്കോടൻ ഭാഷയാണ്. കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി വിനോദേട്ടൻ മാറുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഷയിലൂടെയും കൂടെയാണ്. അപ്പം ഈ ഒരു കണ്ണൂർ നമ്മുടെ മലബാറിലാണ് ഇത്തരത്തിലൊരു കലോത്സവം നടക്കുന്നത്. ഈ ഒരു കോഴിക്കോടൻ ഭാഷയിൽ പ്രേക്ഷകരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? കലോത്സവം എന്ന് പറഞ്ഞാൽ അതൊരു മാവാങ്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടെ ഉണ്ട് അവിടെ നമ്മൾ പോകും, കാണും. കാരണം ചെറുപ്പം മുതലേ ഇതിൻ്റെ ഒരു ചോര നമ്മുടെ ഉള്ളിലാണ്ട് കയറി പെട്ടുപോയി. കലേൻ്റെ ഒരു ചോരയെ അതുകൊണ്ട് ഏടെ പോയിട്ട് നമ്മൾ കാണും. ഏത് ജില്ലയിലാണെങ്കിൽ നമ്മൾ പോയിട്ട് ഇത് കാണും. ഇപ്പോൾ പാലക്കാട്ടുകാരാണ് മുന്നിൽ നിൽക്കണത്. അത് കലേൻ്റെ നാടാണ്, താളങ്ങളുടെ നാടാണ് പാലക്കാട്. പക്ഷേ കോഴിക്കോട് എന്ന് പറഞ്ഞത് അത് കലേൻ്റെ ഒരു നാടാണ്. അത് ഇങ്ങോട്ട് വരും. ഏതാനും നിമിഷം നാളെ മറ്റന്നാൾ നമ്മളേക്ക് കോഴിക്കോട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കാണ്. എന്തായാലും നമ്മളെ ജില്ലേനോട് നമുക്കൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, ഇഷ്ടം ഉണ്ടാവുമല്ലോ. ആ ഇഷ്ടത്തിലേക്ക് എന്തായാലും വരും. പിന്നെ കുട്ടികളോട് പറയാനുള്ളത്, മത്സരിക്കുന്ന കുട്ടികളോട് പണ്ട് കുഞ്ഞിനി മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട് മക്കളെ, അതൊന്നും ഓർത്തോളി. ഇത് ഉത്സവമാണ്, മത്സരമല്ല. ആയിക്കോട്ടെ, ഞങ്ങൾ കോഴിക്കോട്ടുകാർ എന്തായാലും ഒന്നാം സ്ഥാനത്ത് വരും. തന്നെയാണ് ഞങ്ങളുടെ ടാഗ് ലൈനും. ഇത് മത്സരമല്ല, ഉത്സവമാണ്. ചേട്ടാ, ഇന്ന് നടക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന മത്സരം എന്നത് നാടക മത്സരം ആണ്. നമ്മുടെ നാടകത്തെ കുറിച്ച് ചേട്ടൻ വന്നിട്ട് സംസാരിക്കാതെ പോകുന്നത് ഒട്ടും ശരിയാവില്ല എന്ന് കൂടി തോന്നുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരം പൊതുവെ ജില്ലകളിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അഭിപ്രായം എന്നത് മികച്ച നിലവാരം പുലർത്തുന്നവയാണ് ഈ നാടക മത്സരം. ചേട്ടനൊരു വിലയിരുത്തലൊക്കെ നാടകത്തില് സത്യത്തിൽ ഇപ്പം വർഷങ്ങളായിട്ട് കണ്ടുവരുന്നത് നാടകത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു വെറൈറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നാടകമേ അല്ല. അപ്പം ഇപ്പോഴത്തെ നാടകങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു നാടകം ഒരു സ്കൂൾ സംസ്ഥാന തലത്തിൽ വന്ന് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരുപാട് കാശാണ് അവരതിന് പിന്നിൽ ചെലവഴിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് പറഞ്ഞാൽ സ്റ്റേജിൽ സെറ്റ് ഇടാൻ തന്നെ ടൈം എടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് അവർക്ക് അവരുടെ പ്രിപ്പറേഷൻ തന്നെ വേണം. തീർച്ചയായും അത് തന്നെയാണ് വിനോദേട്ട. എന്തായാലും ഇതിനെക്കുറിച്ച് നമുക്കൊരു വിശദമായ ചർച്ച എന്തായാലും വേണ്ടതാണ്. പക്ഷേ എന്തായാലും നമ്മുടെ ആതിര നന്നായിട്ട് പെർഫോമൻസ് നടത്തിയ ഒരു സാഹചര്യത്തിൽ ആതിരയുടെ ഒരു അവതരണം കൂടി ആകും. ഒരു പക്ഷേ ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം അത് സിനിമാക്കാർക്കിടയിലല്ല, രാഷ്ട്രീയക്കാരാണ് ഈ ഒരു ഇടത്ത് തിളങ്ങി നിന്നത് ഈ അവസരത്തിൽ. അപ്പൊ പിന്നെ അവരുടെ ഒന്നായാലും ആതിര അറിയാവുന്ന എന്തായാലും മതി, കുഴപ്പമില്ല. ആര് മാറ്റി എപ്പം മാറ്റി? ഇതൊക്കെ നിങ്ങൾ പത്രക്കാർ നടക്കുന്ന അടിസ്ഥാനരഹിതമായ ചോദ്യങ്ങളാണ്. 8-ാം തീയതിയോ അങ്ങനെയുണ്ടോ? ഇത് ഞങ്ങൾ KPSSI മറ്റങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഏതായാലും കോഴിക്കോട്ടുകാരിയായ കൊയിലാണ്ടി ഗേൾസ് സ്കൂൾ അല്ലേ ആതിര തകർത്തിരിക്കുന്നു അല്ലേ? എന്തായാലും ഇനിയിപ്പോ ഒരു വേഷം കിട്ടിയാൽ അതിനെ പൊലിപ്പിച്ചെടുക്കുക അത് വളരെ ഈസിയാണ്. ഇനി എന്താണ് ചേട്ടന്റെ പ്ലാന്? ഐ മീൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അധ്യാപകനാണ്, അതൊക്കെ മാറ്റിവെച്ച് എന്താണ്? അല്ല, നമ്മുടെയൊക്കെ ലക്ഷ്യം, എൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമയാണ്. സിനിമയിൽ സജീവ സാന്നിധ്യമാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അതിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം TV-യിൽ ഒരുപാട് പെർഫോമൻസ് ചെയ്ത് ഇപ്പോൾ പല സംവിധായകരുടെ മനസ്സിലും നമ്മളുണ്ട്. അവരൊക്കെ എന്തെങ്കിലും നമുക്ക് നല്ലൊരു അവസരം തരും പ്രതീക്ഷയുടെ കാത്തിരിക്കുക. അവസരം എന്തായാലും വരും. എന്നാലും ചേട്ടൻ വന്നത് ഇവിടുത്തെ വേദിയിലെ മത്സരങ്ങളൊക്കെ കാണാനാണ്. അപ്പൊ പിന്നെ അത് മിമിക്രി ആണ് കാണേണ്ടതും ചേട്ടൻ. അപ്പൊ പിന്നെ അത് തന്നെ നമുക്കൊന്ന് കണ്ടു കളയാം. തീർച്ചയായിട്ടും. അപ്പൊ തന്നെ തൊഴുത്തിൽ നിന്നും കിങ്ങിണി പശുവിന്റെ കരച്ചിൽ. അമ്മ കിങ്ങിണിയെ കറന്നതിന് ശേഷം മീൻ വെട്ടുവാനായി പോയി. അവിടെ 2 പൂച്ചകൾ തമ്മിൽ വഴക്ക്.
പണിയെല്ലാം കഴിഞ്ഞ് അമ്മ വിശ്രമിക്കാനായി ടി വി ഓൺ ചെയ്തു. ടി വിയിൽ വിവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുടെ ശബ്ദം അമ്മയ്ക്ക് കേൾക്കാൻ സാധിച്ചു. ആദ്യമായി പഴയകാല സിനിമാ നടന്മാരുടെ ശബ്ദമാണ് അമ്മ കേട്ടത്. നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. ആ മണ്ടിപ്പെണ്ണെ, അശ്വതീനെ മറന്നുപോയോ? എൻ്റെ അച്ഛൻ ഇപ്പോൾ കോളേജിൽ IMBBS പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു ഡോക്ടർ ആക്കണമെന്നാണ് എൻ്റെയും അച്ഛൻ്റെയും ആഗ്രഹം. ഹാസ്യ നടൻ ശ്രീ കൊച്ചുപ്രേമൻ. വീടുകളിൽ പട്ടിയുണ്ട് സൂക്ഷിക്കാൻ ബോർഡ് വയ്ക്കുന്നത് പോലെ ഇവിടെ കൂട്ടിയുണ്ട് സൂക്ഷിക്കാൻ ബോർഡ് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ പോവാ കേട്ടോ. അഭിനയ തിലകം ശ്രീ തിലകൻ. ഇതും എന്തായാലും നമ്മള് മടുക്കുന്ന ഒരു രീതിയിലേക്ക് അല്ലേ? ചേട്ടാ, എന്തുകൊണ്ടായിരിക്കും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഈ മിമിക്രിയിൽ വരാത്തത്? പഴയ ആളുകളെ തന്നെ അനുകരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എല്ലാ മത്സരവേദികളിലും കാണുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ് പുതിയ താരങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷെ ട്രൈ ചെയ്യുന്നില്ല ആരും. ഇപ്പൊ എന്താ അറിയോ, പഴയ ആളുകളൊക്കെ ചെയ്ത് വെച്ച് തന്നെ കണ്ട് പഠിച്ചിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികളും അതിനെ ഈ ഉവ്വ എന്നുള്ളത് തിലകൻ എത്രയോ കാലം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ഇന്നത്തെ ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടും തിലകൻ അനുകരിക്കാൻ പറഞ്ഞാൽ ഈ സാധനം തന്നെ വരുള്ളൂ. അതല്ലാത്ത ഒരുപാട് വശങ്ങളുണ്ട് തിലകൻ്റെ ശബ്ദം അനുകരിക്കുന്ന വെച്ചാൽ ഒരുപാട് വെറൈറ്റി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉവ്വ എന്ന് പറയുന്ന സംഭവം. എന്തായാലും വിനോദേട്ടന്റെ വിശേഷങ്ങളൊക്കെ ഇനിയും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം നമുക്കൊപ്പം തന്നെ വിനോദേട്ടനും ഉണ്ടാവും. നമുക്കൊരു ചെറിയ ഇടവേള പോയതിനു ശേഷം തിരികെ എത്താം. ഒരിക്കൽ കൂടി ഏവർക്കും കലയാട്ടത്തിലേക്ക് സ്വാഗതം. മേഘയ്ക്ക് എന്തോ വിനോദേട്ടനോട് ചോദിക്കണമെന്ന്. ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്നത്, ചേട്ടന്റെ 2 പുസ്തകങ്ങൾ മോണാക്റ്റുമായി ബന്ധപ്പെട്ട് വിപണിയിലുണ്ട്. ഈ തിരക്ക് കാരണം ഒരു അധ്യാപകന്റെ വേഷം ഇടയ്ക്ക് വെച്ച് അഴിച്ചു വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഈ പുസ്തകം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പം പുതിയൊരു പുസ്തകം ഇനി വിപണിയിലേക്കുണ്ടോ, അല്ലെങ്കിൽ ഈ പുസ്തകം പഠിച്ച കുട്ടികൾ വിളിക്കാറുണ്ടോ? എങ്ങനെയാണ് ഒരു അധ്യാപകന്റെ ഇടവേള കൊടുക്കേണ്ട ഒരു സങ്കടം എങ്ങനെയാണ് ഇപ്പൊ മാറ്റിവെക്കുന്നത്? ഞാൻ പിന്നെ കുട്ടികൾക്ക് ഉപകരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു പുസ്തകം. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവുന്നത്, മോണാക്റ്റിന് മാത്രമായിട്ട്. 50 സ്ക്രിപ്റ്റുകൾ ഈ 2 പുസ്തകത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുതുതായിട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിലും 25 സ്ക്രിപ്റ്റുകൾ, അത് ഇപ്പോഴത്തെ ആനുകാലിക പ്രശ്നങ്ങളെ വെച്ചുകൊണ്ടുള്ള സ്ക്രിപ്റ്റുകളാണ് ഞാൻ അതിനകത്ത് കൂടുതൽ പ്രതിപാദിക്കുന്നത്. എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത കലോത്സവം ആകുമ്പോഴേക്കും ആ പുസ്തകത്തിൽ നിന്നും കുറച്ച് ഇനങ്ങളൊക്കെ ഇവിടെ വന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട്. വിനോദേട്ട, എന്തായാലും പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ നമുക്കൊരു പാട്ട് കൂടെ ആയാലോ? ഒരു പാട്ട് കൂടി പാടണം. പിന്നെന്താ, പാട്ട് എത്ര കേട്ടാലും മടുക്കില്ല. നാടൻ പാട്ടിൽ തന്നെ ഒരു തമാശ പാട്ട് പാടും. മുള്ളിന്റെ മുന കൊണ്ട് 3 കൊളം കൊത്തി ഞാൻ, 2 കൊളം പൊട്ട, 1 വെള്ളമേ ഇല്ല. മുള്ളിന്റെ മുന കൊണ്ട് 3 കൊളം കൊത്തി ഞാൻ, 2 കൊളം പൊട്ട, 1 വെള്ളമേ ഇല്ല. വെള്ളമില്ല കുളത്തിന്ന് മണ്ണ് വാരാൻ 3 പേര്, 2 ആള് ഞൊണ്ടി, 1 കാലേ ഇല്ല. കാലില്ലാത്തവനക്ക് വെച്ച രശി 3 രശി, 2 രശി പച്ച, 1 വെന്തതയില്ല. വേവില്ലാത്ത രശിക്ക് വിരുന്നുകാര് 3 പേര്, 2 ആള് പട്ടിണി, 1 ഇല്ല. ഉണ്ണാത്തവനക്ക് പാൽ കുടിക്കാൻ 3 രുമ, 2 രുമ മച്ചി, 1 പെറ്റതയില്ല. പേരില്ലാത്തൊരുമയ്ക്ക് പുല്ല് തിന്നാൻ 3 മല, 2 മല മൊട്ട, 1 പുല്ലേ ഇല്ല. പുല്ലില്ല മലയിന്ന് തീറ്റപ്പണം 3 പണം, 2 പണം പൊട്ട, 1 എടുത്തതയില്ല. എടുക്കാത്ത പണത്തിന് കാവലാള് 3 പേര്, 2 ആള് കുരുടൻ, 1 കണ്ണേ ഇല്ല. കണ്ണില്ലാത്തവനക്ക് കാഴ്ചക്കായി 3 കണ്ണട, 2 എണ്ണം പൊട്ട, 1 ചില്ലേ ഇല്ല. ചില്ല് വാങ്ങാൻ ചെന്നപ്പോ ചില്ലുകട 3 എണ്ണം, 2 എണ്ണം പൂട്ടി, 1 തുറന്നതയില്ല. തന്താന താന തന്തന തന്താന താനന തന്താന താന തന്തന തന്താ. എന്തായാലും നാടൻ പാട്ടുകൾ എത്ര കേട്ടാലും മതി വരില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഈ തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊപ്പം വന്ന ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് എന്തായാലും വളരെയധികം നന്ദി ചേട്ടാ. എന്തായാലും നമുക്ക് ഈ അവസരത്തിൽ ഒരു പൂരക്കളി, തീർച്ചയായും വേദി 2 പൂരക്കളി പുരോഗമിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക് കൂടി.
എന്തായാലും ഈ ഉച്ചവെയിലിന്റെ അതേ ചൂടിൽ തന്നെയാണ് മത്സരങ്ങൾ എല്ലാ വേദികളിലും പുരോഗമിക്കുന്നത്, അല്ലേ മേഘ? ഇനി എന്തായാലും ഏവരും കാത്തിരിക്കുന്ന നാടക മത്സരം ഉൾപ്പെടെയുള്ളവ വേദിയിലുണ്ടാകും. ഇഞ്ചോടിഞ്ച് പോരാട്ടം, പാലക്കാടും കണ്ണൂരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തീർച്ചയായും അത്തരത്തിലാണ് മത്സരം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. തത്സമയം തന്നെ കാത്തിരിക്കുക. തിരിച്ച് തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക്.